അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പരീക്ഷണത്തിൽ ആരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത്, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് തീരുമാനിക്കുക എന്നതാണ്, അതിനുള്ള അവസരമാണ് ഈ ഒരു ജീവിതത്തിലൂടെ നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങളിലായിരിക്കും. സാമ്പത്തികമായ പ്രതിസന്ധിയുള്ളവരുണ്ടായിരിക്കും, ആരോഗ്യകരമായ പ്രശ്നങ്ങളുള്ളവരുണ്ടായിരിക്കും, കുടുംബ പ്രശ്നങ്ങളുള്ളവരുണ്ടായിരിക്കും, മാതാപിതാക്കളുടെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ, ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ, ചിലർ ഏകാന്തതയിലും വിഷാദത്തിലും ഉത്കണ്ഠയിലുമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളെല്ലാവരെയും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത് പേടി കൊണ്ട്, ചില പേടി കൊണ്ടായിരിക്കും, വിശപ്പ് കൊണ്ടായിരിക്കും, നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് സമ്പത്തായിരിക്കാം, ഇഷ്ടപ്പെട്ട ആളുകളായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളെല്ലാവരെയും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ, പരീക്ഷണം വരുമോ എന്നതല്ല ജീവിതത്തിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. ആ പരീക്ഷണത്തെ എങ്ങനെ ഒരു വിശ്വാസി അതിജീവിക്കുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ പ്രവാചകന്മാരുടെ ചരിത്രം അല്ലേ, നമ്മൾ ഖുർആൻ ഓതുമ്പം വലിയ സൂറത്തുകളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പല പ്രവാചകന്മാരുടെയും ചരിത്രം ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു കൊണ്ട് പറയും നമുക്ക് കാണാൻ പറ്റും. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയാത്ത വലിയ അധ്യായങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധ്യമല്ല. സഹോദരങ്ങളെ, ഓരോ പ്രവാചകന്മാരുടെയും ജീവിതം നൽകുന്ന വെളിച്ചം, വ്യത്യസ്ത തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ പ്രവാചകന്മാർ എങ്ങനെയാണ് കടന്നുപോയത്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അള്ളാഹുവിനെ പറ്റിയുള്ള ശരിയായ വിശ്വാസവും തവക്കുലും എങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ അവർക്ക് സഹായകമായത് എന്ന ആ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതയാത്രയിൽ അത് നൽകുന്ന വെളിച്ചവും കാഴ്ചപ്പാടും ചെറുതല്ല. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം 950ഓളം വർഷം ദഅവത്ത് നടത്തിയിട്ട് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു അല്ലേ, ഇത്രയും സുദീർഘമായ ഒരു കാലഘട്ടം ആളുകളെ ഇസ്ലാമിലേക്ക് അള്ളാഹുവിലേക്ക് വിളിച്ചു. പക്ഷെ വളരെ കുറച്ചാളുകൾ, വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അതിന് ഉത്തരം നൽകിയത്. എന്നിട്ടും ആ വിളി അദ്ദേഹം ഒരു സുദീർഘമായ കാലഘട്ടം അത് വിളിച്ചുകൊണ്ടേയിരുന്നു പറയുമ്പോൾ ഒരു നിരാശ പോലും അദ്ദേഹത്തെ ആ വിളിയിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല, അല്ലെങ്കിൽ പിൻവാങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടില്ല. നമ്മൾ ചെറിയൊരു പ്രയാസം വന്നാൽ എന്താണ്, നമ്മളിപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല അല്ലേ. നമ്മൾ കുറേ ദൈവത്തിരത്തി ആളുകളെ നമ്മളെ വിമർശിച്ചു, വിരലെണ്ണാവുന്ന ആളുകൾ അല്ലെങ്കിൽ കാര്യമായിട്ട് ചിലപ്പോൾ ആർക്കും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ എത്ര കാലം ഇത് പറയുന്നത്, അയൽവാസികളോട് പറഞ്ഞു, കുടുംബക്കാരോട് പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു, സുഹൃത്തുക്കളോട് പറഞ്ഞു, ഒരു മാറ്റം ആർക്കും ഉണ്ടാകുന്നില്ല എന്നത്, അത് പറയുന്നതിൽ നിന്ന് നമ്മളെ പിന്മാറാൻ നമ്മളെ പ്രേരിപ്പിക്കരുത്. അതാണ് നൂഹ് നബിയുടെ ജീവിതം നൽകുന്ന പാഠം. ഒരു സുദീർഘമായ കാലഘട്ടം. കാരണം അള്ളാഹു നമ്മൾ എന്ത് പണിയെടുത്തു എന്നതിനെക്കുറിച്ച്, നമ്മൾ എന്ത് എഫർട്ട് എടുത്തു എന്നാണ്, നമ്മൾ എന്ത് ചെയ്തു എന്നതാണ് നമ്മളോട് ചോദിക്കപ്പെടുക. എന്ത് മാറ്റം നീ ഉണ്ടാക്കി എന്നതിനെക്കുറിച്ച് ഒരിക്കലും നമ്മളോട് എന്ത് ചെയ്യില്ല, ചോദ്യം ചെയ്യൂല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, സഹോദരങ്ങളെ നോക്കി, പിതാവ് അല്ലെ, ഒരു മനുഷ്യൻ്റെ അത്താണിയായ കുടുംബം, മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, നാട്ടുകാർ, ഇതിൽ നിന്നെല്ലാം വേറിറക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, സമൂഹം പുറത്താക്കി അല്ലെ, തീയിലേക്കെറിയപ്പെട്ടു, മകനെ ബലി നൽകാൻ കൽപ്പിച്ചു. പക്ഷെ എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം അതിജീവിച്ചു. അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് അദ്ദേഹം നിലപാട് കൈക്കൊണ്ടു അല്ലേ. ആ തീ അത് തണുപ്പായി മാറി അല്ലേ. മരുഭൂമി എന്തായി, ആ മരുഭൂമിയാണ് ഇന്ന് മക്കയായി കാണുന്നത്. നിങ്ങൾ ആലോചിച്ച്, ആ മരുഭൂമിയാണ് ഇന്ന് ലക്ഷോപലക്ഷം ആളുകൾ ഹജ്ജ് ചെയ്ത് പിരിഞ്ഞു പോയ ആ മക്കയുടെ ഭൂമിയാണ് അന്ന് ആരോരുമില്ലാത്ത മരുഭൂമി ആ മക്കയായി, വലിയ ജനസാന്ദ്രം, എല്ലാ വർഷവും ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു ചേരുന്ന ഒരു സ്ഥലമായി ആ മക്ക മാറി. അതേപോലെ അദ്ദേഹം നൽകിയ ബലിയാണ് ഇന്ന് ലോകത്ത് ലക്ഷക്കണക്കിന് ബലിമൃഗങ്ങൾ അർപ്പിക്കപ്പെട്ട ഒരു പെരുന്നാളായി
എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുന്ന, സ്മരിക്കപ്പെടുന്ന ഒരു ദിവസമായി അത് മാറി. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിതത്തിലെ ഏത് ത്യാഗത്തിന് നമ്മൾ തയ്യാറായാലും അതൊരിക്കലും എന്ത് ചെയ്യില്ല, അതൊന്നും ഒരു നഷ്ടമാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പ്രയാസമായി തോന്നുന്ന, നമുക്ക് ശാപമായി ഒരുപക്ഷെ തോന്നുന്ന പല കാര്യങ്ങളും അത് വലിയ അനുഗ്രഹമായി മാറുന്ന സാഹചര്യമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായി ദുനിയാവിൽ തന്നെയും നമുക്ക് മാറിയേക്കാം. പരലോകത്ത് എന്തായാലും അത് വലിയൊരു തണലായിട്ട് മാറും അല്ലേ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം കരഞ്ഞ് കരഞ്ഞ് കാഴ്ച നഷ്ടപ്പെടുമാറ് തൻ്റെ 2 മക്കളെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, യൂസുഫ് അലൈഹിസ്സലാമിനെയും ബിന്യാമീനെയും നഷ്ടപ്പെട്ടു. നീണ്ട വർഷങ്ങളോളം കടന്നുപോയി, കരഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ണു വെളുത്തുപോയി, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കരഞ്ഞ് വെളുത്തുപോയി എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം അള്ളാഹുവിനെതിരെ ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. അപ്പോഴും അദ്ദേഹം പറയുന്ന വാക്കെന്താണ്? ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ അവലാദികളും എൻ്റെ സങ്കടവും എല്ലാം അള്ളാഹുവിനോട് മാത്രമാണെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കരയുക എന്നത് ഒരു ദൗർബല്യമല്ല. കരയണെ നമ്മൾ ദൗർബല്യമായി കാണേണ്ടതില്ല. സങ്കടം ഉണ്ടാകുമ്പോൾ ഏത് മനുഷ്യനും കരയും, അത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. പക്ഷേ സഹോദരങ്ങളെ, ആ കരച്ചിലും നമുക്ക് പരിഭവമില്ല. എൻ്റെ റബ്ബിനോട് എനിക്ക് പരിഭവമില്ല, പരാതിയില്ല. ഇതെൻ്റെ റബ്ബ് നൽകിയതാണ്, ഇതെനിക്ക് എൻ്റെ ജീവിതത്തിലെ പരീക്ഷണമായി അള്ളാഹു നൽകിയ കഷ്ടപ്പാടാണ്, ദുരിതമാണ്. അത് ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ പരാതി ഞാൻ എൻ്റെ റബ്ബിനോടെ പറയുന്നതാണ്. ഏറ്റവും നല്ല ആളുകൾ പരാതി അള്ളാഹുവിനോടാണ് പറയുക, ജനങ്ങളോടല്ല. ജനങ്ങളോട് പടച്ചോൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു അല്ലേ? സാധാരണ ആളുകൾ എന്താ പറയുന്നത്? ഇപ്പം ആളുകൾ ചെയ്തതാണെങ്കിൽ പറയും അത് ഓൻ അങ്ങനെ കാട്ടി, ഇവനങ്ങനെ കാട്ടി എന്ന് പറയും. അല്ലെങ്കിൽ പറയും പടച്ചോപ്പ് അങ്ങനെ വിധിച്ചിക്കണമെന്ന്, പടച്ചോനെ പറ്റി, പടച്ചോൻ അങ്ങനെയാണ് എൻ്റെ നേർക്ക് തിരിഞ്ഞേക്കാണ്, വേറെപ്പോൾ എന്താ ചെയ്യാൻ, എനിക്ക് പതിച്ചൊന്നും ചെയ്യാനല്ലോ എന്ന രൂപത്തിൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്കെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടാണ് പറയേണ്ടത്. അതുകൊണ്ട് സഹോദരൻ, പരാതി അള്ളാഹുവിനോട്, ഏത് ദുഃഖത്തിലും പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് പരാതി പറയുന്ന ആ യാക്കൂബ് നബി അലൈഹിസ്സലാം ജീവിതത്തിൻ്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു തിരിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം എന്താണ്? ആ പ്രതിസന്ധികളിലുടനീളം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധിയിലും ആ പ്രതീക്ഷ നഷ്ടപ്പെടാതെ അള്ളാഹുവിനോട് മാത്രം പരാതി പറഞ്ഞുകൊണ്ട് ആ പ്രതീക്ഷയിൽ ജീവിക്കുന്ന മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം നമുക്ക് നൽകുന്ന പാഠം അത് ചെറുതല്ല. അതേപോലെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അല്ലേ, ഒരു സൂറത്ത് യൂസുഫ് എന്ന് വിശുദ്ധ ഖുർആനിൽ തുടക്കം മുതൽ ഒടുക്കം വരെ, ഒരു കഥയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒറ്റ സൂറത്തിൽ പറയുന്ന ഒരു രീതിയാണ് സൂറത്ത് യൂസുഫിൽ അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത്. ബാക്കി കഥകളൊക്കെ ഖുർആനിൽ പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വേറെ വേറെ കിടക്കണം അല്ലേ? ബാക്കി പ്രവാചകന്മാരുടെ ചരിത്രമെല്ലാം വ്യത്യസ്ത സൂറത്തുകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. എന്നാൽ മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം അതൊരൊറ്റ സൂറത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെയാണ്. വേറൊരു സൂറത്തിലും അത് കാണാൻ സാധ്യമല്ല അല്ലേ? മക്ക കാലഘട്ടത്തിൽ മക്കിയായ സൂറത്താണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായി അല്ലേ? അത് തൗഹീദ് പ്രബോധനം ചെയ്തപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച ആളുകളൊക്കെ എതിര് നിൽക്കുന്ന, കുടുംബക്കാർ പോലും എതിര് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദഅവത്ത് നടത്തിയിട്ട് കുടുംബക്കാർ മാറുന്നില്ല അല്ലേ? തൻ്റെ ഗോത്രം വരെ എതിരാകുന്ന ഒരു മാനസിക സംഘർഷത്തിൽ പ്രയാസപ്പെടുമ്പോഴാണ് മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമുള്ള സൂറത്ത് യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കുന്നത്. വലിയ ആശ്വാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്ത് യൂസുഫ് നൽകിയത് അല്ലേ? ഒരു പ്രവാചകൻ സഹോദരങ്ങളെ കിണറ്റിലിട്ടിട്ട് അടിമച്ചന്തയിൽ വിൽക്കപ്പെടുന്നു അല്ലേ? കള്ളക്കുറ്റം ചുമത്തി ജയിലിടപ്പെടുന്നു. അങ്ങനെ വർഷങ്ങളോളം ജയിലിൽ കിടന്ന ഒരു പ്രവാചകൻ അവസാനം ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി തിരിച്ചു വരികയും ആരാണോ തന്നോട് തെറ്റ് ചെയ്തത് അവർ തന്നോട് മാപ്പ് പറയുന്ന ഒരു സാഹചര്യം പിന്നെ ജീവിതത്തിൽ സംജാതമാവുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇതൊക്കെ ഈ പരീക്ഷകളിലൂടെയൊക്കെ കടന്നുപോയിട്ട് അവസാനം അതിൻ്റെയൊക്കെ ഒരു വിജയം സംഭവിക്കുമ്പം യൂസുഫ് അലൈഹി ഇസ്ലാം പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന റബ്ബി ലതീഫുൻ ലിമാ യശാ, എൻ്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അതിസൂക്ഷ്മമായ ആസൂത്രണം നടത്തുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, കിണറില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ ആലോചിക്കുക, ആ കിണറില്ലായിരുന്നെങ്കിൽ ആ കൊട്ടാരത്തിലേക്ക് എത്തിപ്പെടുമായിരുന്നു. ആ കിണറിൽ നിന്നാണ് ആ ചന്തയിൽ വിറ്റ് ആ കൊട്ടാരത്തിലേക്ക് എത്തിപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നമുക്ക് കിണറാണെങ്കിൽ സഹോദരങ്ങളെ ഒരു കൊട്ടാരം വരാനുണ്ട് അല്ലേ? ഇന്ന് നമ്മൾ കിണറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കൊട്ടാരം വരാനുണ്ട് എന്ന സൂചനയാണ് സൂറത്ത് യൂസുഫ് നമുക്ക് നൽകുന്നത്. പക്ഷെ എന്ത് വേണം? അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് പരാതി പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആ പ്രതിസന്ധികളിലൂടെ
തുഴഞ്ഞു കയറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓരോ പ്രവാചകന്മാരുടെ ചരിത്രവും വിശുദ്ധ ഖുർആൻ ഈ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. അല്ലാതെ ഇങ്ങനെ വെറുതെ ഖുർആൻ ചരിത്രം പറയാൻ വേണ്ടിയിട്ടല്ല സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രമാണ്. എത്രയോ പ്രവാചകന്മാർക്ക് ചരിത്രങ്ങളുടെ ചരിത്രത്തിൻ്റെ പുസ്തകമല്ലെങ്കിലും നമുക്ക് ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നമുക്കൊരു താങ്ങായിട്ടാണ്, ഒരു പാഠമായിട്ടാണ് ഈ ചരിത്രങ്ങളൊക്കെ നിലകൊള്ളുന്നത്. മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നോക്കി. എന്താണ്? സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. അല്ലേ? സാധാരണ എന്തെങ്കിലുമൊക്കെ ഒന്ന് നഷ്ടപ്പെടുള്ളൂ. എന്തുണ്ടെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടാലും സമ്പത്തില്ല, ആരോഗ്യമില്ല, കുടുംബമില്ല, എല്ലാം നഷ്ടപ്പെട്ട ഒരു ചരിത്രമാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്താ, ഒരു കാര്യം മാത്രം നഷ്ടപ്പെട്ടില്ല. എന്താണത്? അള്ളാഹുവിലുള്ള പ്രതീക്ഷ. അള്ളാഹുവിലുള്ള പ്രതീക്ഷ. അല്ലോ, രോഗം വന്നു, അല്ലേ? കുടുംബക്കാരും ഭാര്യയും എല്ലാവരും ഒഴിഞ്ഞുപോയി. എന്താണ്? സമ്പത്ത് നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ച്, അണയാതെ കാത്തു സൂക്ഷിച്ച് ഒന്നുണ്ട്. എന്താണ്? അത് അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, അള്ളാഹുവിലുള്ള തവക്കലാണ്. എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല എന്നുള്ളത്. എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല എന്നുള്ള അള്ളാഹുവിലുള്ള പ്രതീക്ഷ മാത്രം അദ്ദേഹം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. ഇന്നി മസ്സനിയ ളുർറു വ അൻത അർഹമുർ റാഹിമീൻ എന്ന പ്രാർത്ഥന നൽകുന്ന മെസ്സേജ് അതാണ്. എന്താണ്? എനിക്ക് ദുരിതം ബാധിച്ചിട്ടുണ്ട്, പക്ഷേ എന്താണ്? അൻത അർഹമുർ റാഹിമീൻ, നീ റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കാരുണ്യം ചെയ്യുന്നവനാണ് റബ്ബേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും പോസിറ്റീവായ വൈബാണ് അള്ളാഹു ആ പ്രാർത്ഥനയിലും ഉടനീളം അദ്ദേഹം നിലനിർത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുന്നു എന്നത് അള്ളാഹു നമ്മൾ വെറുക്കുന്നു എന്നതല്ല സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമാണ് എന്നതിൻ്റെ സൂചനയാണ്. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സ്നേഹത്തിൻ്റെ അടയാളമാണ്. നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ പരീക്ഷണം കടുത്തതാണ് എങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ പ്രവാചകന്മാരുടെ ദറജയിലാണെന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായവർ അമ്പിയാക്കന്മാരാണ്, പ്രവാചകന്മാരാണ്. അതുകൊണ്ട് പരീക്ഷണം കടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വാസം, ഏറ്റവും ദൃഢമായ വിശ്വാസം നിങ്ങൾ നിലനിർത്തി പോരുന്നുണ്ടെങ്കിൽ, ആ പരീക്ഷണത്തിലും നിങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ച്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച്, അള്ളാഹുവിനോട് മാത്രം പരാതി പറഞ്ഞ് നിങ്ങൾ ആ പരീക്ഷണത്തെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവാചകന്മാരുടെ പാതകളിലാണ്. നിങ്ങൾ പ്രവാചകന്മാർ ഏതൊരു മാർഗത്തിലാണോ കടന്നുപോയത് ആ മാർഗത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ അടയാളമാണ്. നോക്കി, മഹാനായ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ തവണ പേരെടുത്ത് പറഞ്ഞ പ്രവാചകനാണ് മൂസ അലൈഹി ഇസ്ലാം. 125-ലേറെ തവണ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് മൂസ എന്ന്. ഏറ്റവും കൂടുതൽ ചരിത്രം വിവരിച്ചത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ്. ആ മെസ്സേജ് നമുക്ക് നൽകുന്നത് എന്താണ് സഹോദരങ്ങളെ? എന്താണ്? മുന്നിൽ കടലും പിന്നിൽ ഫിർഔനും നിൽക്കുന്ന ആ സന്ദർഭത്തിൽ മൂസായുടെ അനുയായികൾ പറയാണ്, മൂസ, ഞങ്ങൾ ഇതാ പിടിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഇനി രക്ഷയില്ല, മുമ്പിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിർഔനിൻ്റെ വലിയ സൈന്യമാണ്, ഒരു രക്ഷപ്പെടൽ സാധ്യമല്ല, ഞങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു, നാം പിടിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോഴും മൂസ അലൈഹി ഇസ്ലാം നോക്കി, അവിടെ ഭൗതികമായ യാതൊരു സാഹചര്യവും, രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതുമില്ലാതെ ഇരിക്കുന്ന, ഫുൾ ലോക്കായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് എന്ത്? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അല്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും. സഹോദരൻ, എന്ത് വഴിയാണ് സഹോദരങ്ങളെ? എന്ത് എയർ ലിഫ്റ്റ് അടിക്കും, ആകാശത്തേക്ക് ഉയർത്തേണ്ടി വരും. അത്രയും കടുത്ത പ്രതിസന്ധിയിൽ, അല്ലേ? മുമ്പിൽ കടലും പിറകിൽ ഫിർഔനിന്റെ സർവ്വസന്നാഹവുമായിട്ടുള്ള സർവ്വസജ്ജമായ സൈന്യവും നിൽക്കുന്ന സന്ദർഭത്തിൽ ലോക്കായി എന്ന് അനുയായികൾ വിളിച്ചു പറയുമ്പോഴും, ഇല്ല, ലോക്കായിട്ടില്ല, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കും എന്ന് പറയാനുള്ള കോൺഫിഡൻസ് നൽകിയത് അത് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, എന്താണ്? അതുകൊണ്ട് നമ്മൾ ഏത് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും സഹോദരങ്ങളെ, ഇത് അവസാനിച്ചിട്ടില്ല, ഇതിനൊരു തുറവിയുണ്ട്. മൂസ അലൈഹി ഇസ്ലാം ആ ചെങ്കടലിന്റെ മുമ്പിൽ ലോക്കായി നിൽക്കുമ്പോഴും എനിക്കെന്റെ റബ്ബ് വഴി കാണിക്കും, എനിക്കൊരു തുറവി എൻ്റെ റബ്ബ് നൽകുമെന്ന ആത്മവിശ്വാസം, ആ വിശ്വാസമാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസിക്ക് ഏത് പ്രതിസന്ധിയിലും ഉണ്ടാകേണ്ടത്. ഈ പ്രതിസന്ധി എനിക്കെൻ്റെ റബ്ബ് ഒരു തുറവി ഈ പ്രതിസന്ധിയിൽ തരും. അത് അതിൻ്റെ അവസാനത്തിലായിരിക്കും, കുറേ സഹിക്കേണ്ടി വരും, അവസാന സെക്കൻഡിലായിരിക്കും സഹോദരങ്ങളെ ഒരു തുറവി ഉണ്ടാകുക. അതുകൊണ്ട് ആ സെക്കൻഡ് വരെ ക്ഷമയോടെ ആ തുറവിക്ക് അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് നൽകേണ്ടത്. മഹാനായ മുഹമ്മദ് നബി അലൈഹി ഇസ്ലാം, അല്ലേ? എല്ലാ പ്രവാചകന്മാരെയും ചരിത്രം പറയാനുള്ള സമയമല്ല. നോക്കി, ഈ 5-6 പ്രവാചകന്മാരുടെ ചരിത്രം എടുത്താൽ തന്നെ മഹാനായ മുഹമ്മദ് നബി അലൈഹി ഇസ്ലാം, അല്ലേ? ചെറുപ്പത്തിൽ പിതാവില്ലാതെ ജനിച്ച്, മാതാവ് വളരെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട്, അതേപോലെ തന്നെ 8ാമത്തെ വയസ്സിൽ ഉപ്പാപ്പ നഷ്ടപ്പെട്ട്, അതാണ് ഖദീജ ബീവിയെ നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ എന്തെല്ലാം അത്താണികൾ ഉണ്ടായിരുന്നോ അതെല്ലാം നഷ്ടപ്പെട്ട്, നാടുപേക്ഷിക്കപ്പെട്ട്, വീടുപേക്ഷിക്കപ്പെട്ട്, അല്ലേ? പെൺമക്കൾ ഈ തൗഹീദിലേക്ക്, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ കല്യാണം കഴിച്ചു പോയ 2 പെൺമക്കൾ ഡൈവോഴ്സായി വീട്ടിലേക്ക് തിരിച്ച് അയക്കപ്പെട്ടു, അല്ലേ? തായിഫിൽ കുട്ടികൾ കല്ലെറിഞ്ഞു, തെരുവിൽ
കയ്യിൽ രക്തം വാർന്നു. അങ്ങനെ നബി സ്വല്ലം 6 കുട്ടികൾ, നിങ്ങളെ ചോക്കി 6 കുട്ടികളിൽ എന്താണ് 7 കുട്ടികൾ 6 കുട്ടികളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരിച്ചു പോകുന്നത്. ആ ഒരു സന്ദർഭത്തിൽ പോലും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തളർന്നിട്ടില്ല. ഒരിക്കലും അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഏത് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും, ഒരു മലഞ്ചെരിവിൽ ഉപരോധത്തിലായി ഭക്ഷണം പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായപ്പോഴും സഹോദരങ്ങളെ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഈ ദഅവത്തുമായി മുന്നോട്ട് പോവുകയാണ്. അള്ളാഹുവിലേക്ക് ആളുകൾ ക്ഷണിച്ചുകൊണ്ട് പരലോകത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലേ, ഈ പരലോകത്ത് രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, മരണാനന്തര ജീവിതമുണ്ട് എന്ന ഇസ്ലാമിൻ്റെ 3 അടിസ്ഥാന തത്വങ്ങൾ. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന പ്രവാചകന്മാരിൽ വിശ്വസിക്കണമെന്ന റിസാലത്തിലും, അതേപോലെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട് എന്നുള്ള ഈ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൻ്റെ അവസാനത്തിൽ വരെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരീക്ഷണങ്ങളിൽ തളരുക എന്നത് അത് വിശ്വാസിക്ക് ചേർന്നതല്ല. പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രങ്ങളും നമുക്ക് നൽകുന്ന പാഠമതാണ്. വിശുദ്ധ ഖുർആൻ ഈ പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രങ്ങളും നമ്മളോട് പറയുമ്പോൾ നമുക്ക് നൽകുന്ന മെസ്സേജ് അതാണ്. ജീവിതം എന്നത് അടിസ്ഥാനപരമായി പരീക്ഷണമാണ്. അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കപ്പെടുന്നത് വരെ അള്ളാഹു മനുഷ്യനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ആ പരീക്ഷണങ്ങളിൽ ആരാണ് അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം കൈവിടാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തും അള്ളാഹുവിന്റെ രക്ഷയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ശിക്ഷയെ പേടിച്ചുകൊണ്ട് ആരാണ് ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്, ഈ പ്രതിസന്ധികളിലൂടെ ആരാണ് അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നത് മാത്രമാണ് ഈ പരീക്ഷണത്തിൽ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരീക്ഷണങ്ങളിലൂടെ ആ പ്രവാചകന്മാർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടണമെന്നാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മണ്ടി ചെല്ലണമെന്നാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ അല്ലാഹുവിനെയും റസൂലിൻ്റെയും കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് അല്ലാഹുവിൽ ആ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് അല്ലാഹുവിനെ അങ്ങനത്തെ ഒരു രക്ഷാകർത്താവായി റബ്ബായി കണ്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് ഓടാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിലുമെല്ലാം നമ്മൾ ഓടേണ്ടത് അള്ളാഹുവിലേക്കാണ്. കാരണം ഈ പ്രതിസന്ധികളെ ഏറ്റവും നന്നായി അറിയുന്നവനും ഈ പ്രതിസന്ധികൾ നമുക്ക് നൽകിയവനും ഈ പ്രതിസന്ധികളുടെ ഏറ്റവും ശരിയായ പരിഹാരം ഏറ്റവും നന്നായി അറിയുന്നവനും ആ പരിഹാരം നമുക്ക് നൽകാൻ കഴിവുള്ളവനുമായ അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ അള്ളാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ അള്ളാഹുവിലാണ് നമ്മൾ ബരമേൽപ്പിക്കുന്നത്. ആ അള്ളാഹു ഒരു വിചാരണ സംവിധാനിച്ചിട്ടുണ്ട് എന്നും ആ വിചാരണയുടെ ദിവസത്തിൻ്റെ പൂർണ്ണമായ അധികാരം അള്ളാഹുവിനാണ് എന്ന് മാലിക് യൗമിദ്ദീൻ എന്ന് ഒരു ദിവസം 17 പ്രാവശ്യം നിർബന്ധമായും പ്രഖ്യാപിക്കുന്നതിലൂടെ ആ കാരുണ്യവാനായ റബ്ബാണ് വിചാരണക്ക് നിൽക്കുന്നത് എന്നൊരു ബോധത്തോടു കൂടി സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു ബോധത്തോടു കൂടിയുള്ള ഓട്ടമാണ് ജീവിതം. ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടണമെന്ന ആ അള്ളാഹുവിൻ്റെ ആഹ്വാനം നമുക്ക് നൽകുന്ന മെസ്സേജ് അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരീക്ഷണത്തിൽ അതിജീവിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് അല്ലേ. അതിൽ നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ദീന് നമുക്ക് ഡിസൈൻ ചെയ്ത് പഠിച്ചോൻ തന്നിട്ടുള്ളത്. അള്ളാഹുവിൽ നിന്ന് അകന്നു പോകാതെ അള്ളാഹുവിനെക്കുറിച്ചുള്ള നിരന്തരമായ ബോധത്തോടു കൂടി ഒരു വിശ്വാസി ജീവിക്കാൻ ഉതകുന്ന വിധത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ ദീനിൻ്റെ ചട്ടക്കൂട് അങ്ങനെയാണ്. 5 നേരത്തെ ഫർളായ നമസ്കാരം നിലനിർത്തുന്നതിലൂടെ അള്ളാഹുമായിട്ടുള്ളൊരു ശക്തമായ ബന്ധമാണ് ഒരു വിശ്വാസിക്ക് നൽകുന്നത് അല്ലേ. ഈ നമസ്കാരത്തിന് ശേഷമുള്ള നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ, നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, രാവിലെയും വൈകുന്നേരത്തും പ്രാർത്ഥനകൾ, അങ്ങനെ നിരന്തരമായ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലുമുള്ള പ്രത്യേക പ്രാർത്ഥനകളും അല്ലേ, പ്രത്യേകം നമുക്ക് അസൈൻ ചെയ്ത് തന്നതും തരാത്തതുമായ പ്രാർത്ഥനകളാണ് ഈ ജീവിതം അല്ലേ. ഇബാദത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ജിന്നിനെയും മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുമ്പം സഹോദരങ്ങളെ, അത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അത് അള്ളാഹു പഠിപ്പിച്ചെന്ന ഈ ആരാധനകളിൽ, നിസ്കാരത്തിലും നോമ്പിലും പ്രത്യേക പ്രാർത്ഥനകൾക്ക് പുറമെ ജീവിതത്തിൽ എന്തിനും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുമായുള്ള ബന്ധം അത്ര വലുതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഖുർആനുമായിട്ടുള്ള ഒരു വിശ്വാസിയുടെ ബന്ധമെന്നത് അത് നമ്മൾ
എത്രത്തോളം അതിൽ ശുഷ്കാന്തി കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. അതേപോലെ സഹോദരങ്ങളെ, നരകത്തെപ്പറ്റിയും സ്വർഗത്തെപ്പറ്റിയുള്ള ബോധം അല്ലേ, നരകത്തിൽ ആരാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നത് അവനാണ് വിജയിച്ചവനെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടുത്തെ വേദനകളും ഇവിടുത്തെ പ്രയാസങ്ങളുമെല്ലാം താൽക്കാലികമാണ്. ഏത് പ്രകാരം ഇവിടുത്തെ സന്തോഷവും ഇവിടുത്തെ സുഖവും താൽക്കാലികമാണ് എന്നതുപോലെ തന്നെ ഇവിടുത്തെ പ്രയാസങ്ങളും ഇവിടുത്തെ പ്രതിസന്ധികളും ഒക്കെ എന്താണ്? താൽക്കാലികമാണ്. സ്വർഗത്തിലെ സന്തോഷമാണ് ശാശ്വതമായ സന്തോഷം. അതുകൊണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം നൽകുന്ന മെസ്സേജ് ഇതാണ്. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിൽ തളരാതിരിക്കാൻ, അതിൽ കരുത്തുറ്റ് മുന്നോട്ട് പോകാനുള്ള മാർഗദർശനമാണ് ഓരോ പ്രവാചകന്മാരുടെയും ജീവിതം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വേദനകളും ഈ കണ്ണീരും ഈ ദുരിതവും എല്ലാം അവസാനിക്കും. ഈ പരീക്ഷണം അവസാനിക്കും. കാരണം ഈ ജീവിതം ഒരു ദിവസം, ഒരു പ്രത്യേക സെക്കൻഡിൽ അവസാനിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കണ്ണീരും വേദനകളും ഒക്കെ എന്തെയും ഒരു ദിവസം അവസാനിക്കും. അതുകൊണ്ട് എന്നിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക്, ജീവിതത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ പ്രവേശിക്കും. സലാമുൻ അലൈക്കും ബിമാ സബർത്തും. അന്ന് മലക്കുകൾ വന്ന് വിളിച്ചു പറയും, നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ട് നിങ്ങൾക്ക് രക്ഷയുണ്ട്, സമാധാനമുണ്ട് എന്ന് മലക്കുകൾ സലാം പറയുന്ന ഒരു സ്റ്റേജിലേക്ക് സഹോദരങ്ങളെ, വിശ്വാസി ഈ ലോകത്ത് നിന്ന് പരലോകത്തിലേക്ക് യാത്രയാകുന്ന ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വരാനുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റേജ് ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് പോകുന്ന ഒരു സ്റ്റേജ് മാറ്റലിലേക്ക് നമ്മളെല്ലാവരും കയറാനുണ്ട്. അവിടെ മലക്കുകൾ വന്ന് വിളിച്ചു പറയും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ട് നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന് മലക്കുകൾ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം കാണിച്ച ആ ക്ഷമയുണ്ടല്ലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികളിലും അദ്ദേഹം കാണിച്ച ആ സമർപ്പണത്തിൻ്റെ മനോഭാവമുണ്ടല്ലോ, അതേ യാക്കൂബ് നബി ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ മുഴുവൻ അള്ളാഹുവിൽ വെച്ച് പുലർത്തിയ പ്രതീക്ഷയുണ്ട് സഹോദരങ്ങളെ. യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ പ്രതിസന്ധികളിലൂടെ മുഴുവൻ കടന്നുപോയ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ആ വിശ്വാസം, യഖീനുണ്ടല്ലോ സഹോദരങ്ങളെ. അതേപോലെ തന്നെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ജീവിതത്തിൻ്റെ സകല വേദനകളിലും പ്രയാസങ്ങളിലുമെല്ലാം ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രം. അതേപോലെ ആ ചരിത്രമാണ് സഹോദരങ്ങളെ, ആ ചരിത്ര പാഠമാണ് ഒരു വിശ്വാസിക്ക് മാർഗദർശനമാകേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന, പ്രവാചകന്മാരുടെ ചരിത്രം നൽകുന്ന മെസ്സേജ്. അതാണ് സഹോദരങ്ങളെ. അത് വായിച്ച് കിടന്നുറങ്ങാനല്ല, അത് ജീവിതത്തിൽ ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതം അതനുസരിച്ച് കരുത്ത് പിടിപ്പിക്കാനുള്ള മെസ്സേജാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അത് ആ ഒരു തലത്തിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏത് വേദനകളിലും പ്രതിസന്ധികളിലും പ്രവാചകന്മാർ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ആ ഒരു റൂട്ടിൽ സഞ്ചരിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ആ അവസാന നിമിഷം പോലും വെച്ച് പുലർത്തിയ ആ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, പിന്നിൽ ഫിറഔൻ വന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും അവിടെ ലോക്കായിട്ടില്ല. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ആ കരുത്തുറ്റ വിശ്വാസമാണ് സഹോദരങ്ങളെ വിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആൻ നൽകുന്ന പ്രവാചകന്മാരുടെ ചരിത്രത്തിന്റെ മെസ്സേജ് അതാണ്. അതുകൊണ്ട് പ്രതിസന്ധികളിലും പ്രതീക്ഷകളിലും തളരാതെ, ജീവിതം അവസാനിപ്പിക്കാതെ, പരലോകത്ത് ആ മലക്കുകൾ വന്ന് സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ട് നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന ആ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള നിശാന്തമായ പരിശ്രമമാകട്ടെ ഈ ജീവിതം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.